കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട നൽകാനൊരുങ്ങി രാഷ്ട്രീയ കേരളം. തിരുവനന്തപുരം നെട്ടയത്തെ വസതിയിൽ രാവിലെ 10:30 വരെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് KPCC ആസ്ഥാനമായ ഇന്ദിരാ ഭവനിലെത്തിക്കും. ഉച്ചയ്ക്ക് 1:30 ഔദ്യോഗിക ബഹുമതികളോടെ ശാന്തി കവാടത്തിലാണ് സംസ്കാരം. ഉമേഷ് ബാലകൃഷ്ണൻ നെട്ടയത്തെ വസതിയിൽ നിന്ന് തത്സമയമുണ്ട്. ഉമേഷ്, മുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇന്നിപ്പോൾ ഈ വസതിയിലേക്കും ഒപ്പം സംസ്കാരത്തിലും പങ്കെടുക്കാനൊക്കെ എത്തിച്ചേരുമല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും രാവിലെ മുതൽ നെട്ടയത്തെ ഈ അമ്പാടി എന്ന വസതിയിൽ വിവിധ കോൺഗ്രസ് നേതാക്കളും മുതിർന്ന മറ്റ് പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒപ്പം സർക്കാർ പ്രതിനിധികളടക്കമുള്ളവരും നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. അടൂർ പ്രകാശ് MP, കൂടാതെ കോഴിക്കോട് MP MK രാഘവൻ, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കമുള്ളവർ അല്പം മുൻപ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഈ പ്രദേശവുമായി അടുത്ത ബന്ധമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരവധി നാട്ടുകാർ അടക്കമുള്ളവർ ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടുന്ന് 10:30 ഇവിടുത്തെ ചടങ്ങുകൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മൃതദേഹം KPCC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുക. KPCC ആസ്ഥാനത്തേക്ക് എത്തിച്ച ശേഷം അവിടെ ഏകദേശം 1 മണിക്കൂറിലധികം പൊതുദർശനം ഉണ്ടാകും. അവിടെയായിരിക്കും മുഖ്യമന്ത്രി നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിക്കാൻ സാധ്യത. ഒപ്പം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഓഫീസിലും പൊതുദർശനം വയ്ക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് നമസ്കാരം. എങ്ങനെയാണ് മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ നടപടിക്രമങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? രാവിലെ ഒരു 10:30 ശേഷം 10:30ക്കും 11 മണിക്കും ഇടയ്ക്ക് ഇവിടെ നിന്ന് ബോഡി എടുത്തിട്ട് KPCC ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നത്. 10:30 വരെ രാഹുകാലം ആണ് എന്നുള്ളത് കൊണ്ട് അതിന് ശേഷമുള്ള സമയം ചില ചടങ്ങുകൾ ഇവിടെ നടത്താറുണ്ട്. ആ ചടങ്ങുകൾ നടത്തിയതിന് ശേഷം നേരെ മുഖ്യമന്ത്രി KPCC ഓഫീസിലെത്തുമെന്നുള്ള അറിയിപ്പ് എന്നിപ്പോൾ SP പറഞ്ഞു മുഖ്യമന്ത്രി അവിടെ വരും എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് നേരെ KPCC ഓഫീസിലേക്ക് കൊണ്ടു. അതിന് ശേഷം അവിടെ നിന്ന് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ 15 വർഷത്തോളം അതിൻ്റെ അധ്യക്ഷ പദവി ഇരുന്ന 15 വർഷം അദ്ദേഹം അവിടെ പ്രവർത്തിച്ച ഒരാളെന്നുള്ളതിൽ അവിടെയും കൊണ്ടുപോകും. അതിന് ശേഷമായിരിക്കും പിന്നെ ശ്മശാനത്തിലേക്ക് പോകും. എന്തായാലും എങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരുന്ന നടപടിക്രമങ്ങൾ? ഇപ്പോൾ കോഴിക്കോട് MP MK രാഘവൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് മുൻ KPCC അധ്യക്ഷനെ കൂടിയായ തെന്നല ബാലകൃഷ്ണപിള്ളയെ അനുസ്മരിക്കുന്നത്? കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ സൗമ്യതയുടെ, സത്യസന്ധതയുടെ, ആത്മാർത്ഥതയുടെ പ്രതീകമായിരുന്നു. അതിലുപരി എനിക്ക് തോന്നിയത് ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയൊരു മനുഷ്യൻ, വളർന്നു വരുന്ന തലമുറക്ക് ഒരു റോൾ മോഡലാണ് അദ്ദേഹം. രാഷ്ട്രീയം പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം? തലക്കനമില്ലാതെ, അഹങ്കാരമില്ലാതെ, കാപട്യമില്ലാതെ, എല്ലാ വിഷയങ്ങളിലും എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ കഴിയുന്ന ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ വേർപാട് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല സമൂഹത്തിനും വലിയ നഷ്ടമാണ്. എന്തായാലും ഇനി നടപടിക്രമങ്ങൾ, അതായത് ഇവിടെ നിന്ന് 10:30 വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അടുത്ത് കഴിഞ്ഞ് KPCC ഓഫീസിലും അതിനുശേഷം അയ്യപ്പ സേവാ സംഘം ആസ്ഥാനത്തും പൊതുദർശന ശേഷമായിരിക്കും ശാന്തി കവാടത്തിലേക്ക് പൂർണ്ണ ഔപചാരിക ബഹുമതികളോട് സംസ്കാരം നടക്കുക. ശരി, തെന്നല ബാലകൃഷ്ണപിള്ളയുടെ മൃതദേഹം ഇപ്പോൾ നെട്ടയത്തെ വസതിയിലാണുള്ളത്. 10:30 വരെ അവിടെ പൊതുദർശനം. അതിനുശേഷം KPCC ആസ്ഥാനമായ ഇന്ദിരാ ഭവനിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ മുഖ്യമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേരും എന്നതാണ് അല്പസമയം മുൻപ് അടൂർ പ്രകാശ് പറഞ്ഞത്. ശാന്തി കവാടത്തിൽ ഉച്ചയ്ക്ക് 1:30 ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം.